ചേച്ചി വർഷേ എന്ത് കാണാനില്ല? കാണാനില്ല. നീ ബാത്റൂമിൽ നോക്ക്. ആ കട്ടിലും ബാത്റൂമിലും എല്ലാം നോക്കി. ഇല്ല. വരാന്തയിൽ നോക്ക്. വരാന്തയിൽ ഇപ്പഴാ നോക്കിയില്ല. അയ്യോ കാണാനില്ലേ. മതിയായോ? ഞാൻ പണ്ടേ പറഞ്ഞതാ ഉമ്മയെ കെട്ടി. ഉമ്മർത്തൊരു പട്ടിയെ കെട്ടിയിരുന്നു. ഇപ്പൊ എന്തോയി? അടിച്ചോണ്ട് പോയില്ലേ? അയ്യോ കാണാനില്ല. അയ്യോ ഫോൺ വന്നോ? ഫോൺ അല്ലടാ, ഡോക്ടറിനെ കാണാനില്ലെന്ന്. അമ്മായി വിഷമിക്കണ്ട, ഫോൺ വരും. ഹരിയേട്ടൻ എന്ത് രാവിലെ തന്നെ വട്ടി പിടിച്ചോ? അല്ല അതുകൊണ്ടല്ല, എന്തെങ്കിലും വിവരങ്ങൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഫോൺ ചെയ്യുമല്ലോ. ഫോൺ വർഷം എടുക്ക. ഹലോ, ഡോക്ടർ ഉണ്ണിത്താൻ ഞങ്ങളുടെ അടുത്തുണ്ട്. അയാളെ വിട്ടുതരണമെങ്കിൽ 5 ലക്ഷം രൂപ ഞങ്ങളെ ഏൽപ്പിക്കണം. സ്ഥലവും സമയവും പിന്നീട് അറിയിക്കും. തട്ടിക്കൊണ്ടുപോയല്ലേ? 25,000 ചോദിച്ചു. അല്ല 5 ലക്ഷം. 5 ലക്ഷോ? ഹലോ, 20,000 രൂപയല്ലേ? 5 ലക്ഷോ? ഹലോ ഹരി, എന്താ ഹരി? അച്ഛൻ ആരോ തട്ടിക്കൊണ്ടുപോയി. 5 ലക്ഷം രൂപ വേണമെന്ന്. 5 ലക്ഷം? കല്യാണം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോണം. വല്ല ഊട്ടിയിലോ സിംലയിലോ അങ്ങനെ എവിടെയെങ്കിലും. ഹണിമൂണിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. മനുഷ്യനോട് ടെൻഷൻ അടിക്കുമ്പോഴാണ് ഹണിമൂണ്. ആ ഹരിയെ കാണുന്നില്ലല്ലോ. ഫോൺ വന്നില്ലേ? ഫോണൊക്കെ വന്നു വെച്ചാ. കാശ് ആവശ്യപ്പെട്ടില്ലേ? കാശും ചോദിച്ചു. എന്നാ എത്രയും പെട്ടെന്ന് ഉണ്ണിത്താൻ ഡോക്ടറെ ഞാൻ പോയി രക്ഷിക്കാം. കാരണം അവൻ നമ്മളെ ചതിച്ചു മഹേഷ്. എങ്ങനെ? 25,000 രൂപ ആവശ്യപ്പെടണമെന്നല്ലേ അച്ഛൻ അമ്മാവനോട് പറഞ്ഞത്? അതെ. ഇപ്പൊ ആവശ്യപ്പെട്ട എത്രയെന്ന് അറിയോ? എത്രയാ? 5 ലക്ഷം രൂപ. എന്നിട്ട് അങ്ങനെ ചോദിച്ചാ? കരണമാവനല്ല, അങ്ങേരെ ഏർപ്പെടുത്തിയ ഗുണ്ടായിരിക്കണം അത്. അരയെ കിട്ടിയ ചരട് പാമ്പായി കൊത്തിന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അതും സംഭവിച്ചു. പാമ്പ് ആരെ കൊത്തിയുള്ള കോപ്പോ. ഒരു പട്ടി ഇവിടെ ജനിക്കുമ്പോ മറ്റൊരു പട്ടി വായടയ്ക്ക്. ഇനിയിപ്പോ എന്താ ഒരു വഴി? അടഞ്ഞ വഴികളെല്ലാം വെട്ടിത്തുറക്കലല്ലേ ജോൺ സാമുവിന്റെ ജോലി. ആ കരുണൻ എന്ന ചതിയൻ അമ്മാവനല്ലേ, അവൻ മുങ്ങുന്നതിന് മുമ്പ് എന്ന് പൊക്ക് ചെല്ല്. അമ്മേ, കരണമാവനെ കണ്ടോ? വെളുപ്പിനെ ഇവിടെ വന്നു. ഒരു ബാഗ് എടുത്തോണ്ട് കക്കൂസിലേക്ക് പോയി. കക്കൂസൂടെ വണ്ടി അങ്ങോട്ട് വിടും. ഒന്ന് പറഞ്ഞോട്ടെ. എന്നിട്ടൊന്നും പറയാ തിരക്കിട്ട് പുറത്തേക്ക് പോണ കണ്ടു. ഇത് മാരകായുധങ്ങൾ വല്ലതും ഉണ്ടായിരുന്നാ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്ത് പറ്റി മോനെ? ഒന്നുമില്ലമ്മേ, കരണമാവന് ലോട്ടറി അടിച്ചോന്നൊരു ചെറിയ സംശയം. നേരാണോ? ആ, എങ്ങനെ അടിക്കാതിരിക്കും? അവനിപ്പോ ശുക്രദശയല്ലേ. ഇനി വെച്ചടി കയറ്റായിരിക്കും. ചേട്ടനെ 1.5 ദിവസത്തേക്ക് പൊക്കി ആ കല്യാണം നടത്തി തരാമെന്ന കള്ള സാമൂല പറഞ്ഞു. എന്നിട്ടിപ്പോ കല്യാണം നടന്നതുമില്ല. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാതെ ഒളിച്ചോടേണ്ട ഗതികേടും വന്നല്ലോ എന്റെ ഈശ്വര. ആ സഹോദര, റെയിൽപാളത്തിൽ തല വെക്കാൻ പറ്റിയ സ്ഥലം ഏതാ? തല വെക്കാൻ? പിന്നെ കാല് വെക്കാനോ? അതിന് പറ്റിയ സ്ഥലമാ വളവില. ആ പാലത്തിന്റെ അതെ, ആ പാലത്തിന് ഒരുപാട് ആൾക്കാർ കുളിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം പറയട്ടെ, അതൊരു സിനിമയല്ലേ, ഇത് ജീവിതമാണ്. ചാകാൻ പോകുന്നത് എന്തിനാണ്? ആര് പോകുന്നതിന് ആര് വന്നാലും എന്നെ കൊല്ലല്ലേ, കൊല്ലല്ലേ. ഈ നാണം കിട്ട മനുഷ്യനെയാണല്ലോ ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഇനി ഒരു ശൃംഗാരവും വേണ്ട, കല്യാണവും വേണ്ട. ഒരു കല്യാണത്തിന് വേണ്ടി ഹരിയേട്ടനോ ഇത്ര ചീപ്പാവെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്വന്തം ചേട്ടനെ ഒളിപ്പിച്ചു വെച്ചിട്ട് കാരണം പൈസ ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അച്ഛനാരോ ശത്രുക്കളുള്ളത്? ശത്രുക്കളേ ഉള്ളൂ. എല്ലാം തന്നെ വരുത്തി വെച്ചോളൂ. ആ മാരേജ് ബ്യൂറോക്കാരനുണ്ടല്ലോ, അയാളുടെ ബുദ്ധിയായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ. ആരുടെ ബുദ്ധി അതിനും വേണ്ടില്ല. ഇനി കല്യാണം ഒന്നും പറഞ്ഞ ആരും പഠിച്ചവിട്ടണ്ട. എന്റെ കൺമുമ്പിലാങ്ങാനും കാണണമായിരുന്നു. ഞാൻ ഓന്മാരുടെ ഷേപ്പ് മാറ്റിയന്. പക്ഷേ ദൈവം എന്റെ കണ്ണിന് കാഴ്ച തന്നില്ല. ചേട്ടൻ അറിയാതെ എങ്ങനെ കരയാതിരിക്കും? അന്ധനായ എന്നെ അന്ധകാരത്തിന്റെ അഗാധതയിലേക്ക് തള്ളിയിട്ട് ആ അന്ധകന്മാർ അങ്കിളിന്റെ പെട്ടിയിൽ അവസാനത്തെ ആണിയടിച്ചില്ലേ? ഞാൻ എപ്പോഴും പറയാറില്ലേ മണിക്കുട്ടിയോട്, കരുണേട്ടനെ നമ്പരുതെന്ന്. ഓറഞ്ച് സിറിഞ്ച് കയറുന്ന പോലെ അല്ലയോ മെഡിക്കൽ ഷോപ്പുകാരൻ പൊറിഞ്ചുവിന്റെ സിറിഞ്ച് പ്രശ്നത്തിൽ പ്ലസ്കോന്ന് കയറിയത്. അതിനുശേഷം പഴയതുപോലെ എനിക്ക് കക്കൂസി പോകാനും കഴിയുന്നില്ല. ഓ,
ഏട്ടന്റെ ഏട്ടത്തിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? അമ്മാവനെ തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടാൽ കരണമ്മാവന് തിരിച്ചറിയാൻ പറ്റുമോ? ഒരു പുകമറ പോലെയായിരുന്നു, ഒന്നും അത്ര വ്യക്തമല്ല. നല്ല ഇടുക്കി കഞ്ചാവ് പട്ടച്ചാരത്തിലൂടെ മിക്സ് ചെയ്ത് അടിച്ച ഫീലിംഗ് ആയിരുന്നടാ. വല്യമ്മാവനെ തട്ടിക്കൊണ്ടുപോയത് ഈ അമ്മാവനല്ലെങ്കിൽ പിന്നെ ഏത് തെമ്മാടിയായിരിക്കും? അല്ല, ആരായിരിക്കും? എന്റെ ബലമായ സംശയം, അന്ന് ഐസ്ക്രീം പാർലറിൽ ഗുണ്ടകൾ അയച്ചില്ലേ അജിത്ത്, അവനായിരിക്കും ഇതിന് പിന്നിലെന്നാ. കറക്റ്റ്. അവനാണ് നമ്മൾ മാറ്റി ഏറ്റവും അധികം ശത്രുതയുള്ളത്. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. പിന്നെ നിന്റെ അത്ര ബുദ്ധിയുള്ളെന്ന് കരുതിയോ? ഇതൊന്നും ഒന്നുമല്ല, ബുദ്ധി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ചേട്ടാ ഒരു സംശയം ചോദിച്ചു. ചേട്ടാ ഇതിനു മുമ്പ് ഈ മുണ്ടില്ലാതെ ഇങ്ങനെ ഓടിയിട്ടുണ്ടോ? ചേട്ടാ ഇതിനു മുമ്പ് മുണ്ടില്ലാതെ ഇങ്ങനെ ഓടിയിട്ടുണ്ടോ എന്ന്? വെറുതെ ഇരിക്കണോ? ബോഡി ആകെ തീ പിടിച്ചിരിക്കുമ്പോഴാണ് ബീഡി കത്തിക്കുന്നത്. താൻ എന്നെ പറ്റി എന്ത് വിചാരിച്ചോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഒരു ഡൗട്ട് വെച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ അവിട്ട് മൂക്കറ്റ മുങ്ങിയിരിക്കുമ്പോഴാ ഓരോ. നമുക്ക് എത്രയും പെട്ടെന്ന് അജിത്തിനെ പൊക്കണം. ഇനി ഒരു തന്നെ പൊക്കാനും ഞാനില്ല. ഇങ്ങനെ വരായിരുന്നാൽ നമുക്കെങ്കിലും പൊക്കാൻ പറ്റും. അതാ നല്ലത്. അജിത്ത് വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇനിയിപ്പോ എവിടെ പോയി തിരക്കും നമ്മള്? അല്ല, ടൗണിലുള്ള എല്ലാ ബാറിലും ഒന്ന് ചുറ്റി നോക്കാം. ബാറൊക്കെ നിർത്തിയില്ലേ? രമേശൻ അവനെന്താ ഒറ്റയ്ക്ക്? ഒന്ന് വേമ്പ് വേമ്പ്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ആ ട്രെയിനിങ്ങിൽ തോന്നില്ല. അതിനേക്കാൾ എളുപ്പം അവനകത്ത് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പോകാൻ പറയുന്നതാ. കണ്ണു ഇവനെന്താ കണ്ണ് കാണാവുന്ന അന്ധനോ? ഇവൻ അന്ധനൊന്നുമല്ല, അന്ധനോ അടകോടനുമാണ്. ഈ ഫ്രാഡ് റാസ്കൽ നമ്മളെ കുരുടന്മാരാക്കി കളഞ്ഞത്. ഇത്രയും നാൾ ഇവനാണല്ലോ പാലും കൊടുത്ത് നമ്മൾ വീട്ടിൽ താമസിപ്പിച്ചത്.